മുരുക സോദര അഭയമേകീടണം. മലയിലേറുന്ന സ്വാമിമാർക്കെല്ലാം മോക്ഷമേകീടണം. ഗജമുഖേശ്വര മുരുക സോദര അഭയമേകീടണം. മലയിലേറുന്ന സ്വാമിമാർക്കെല്ലാം മോക്ഷമേകീടണം. പമ്പാ തീരത്തമരും ലംബോദരനെ എന്റെ വിഘ്നങ്ങൾ തീർത്തുവാരം തരണേ. അൻപാർന്ന നിന്നടയിൽ ഉടയുന്ന നാളികേരം കർമ്മ പാപം നീക്കിത്തരണേ. തിരുമാറിൽ പൂണൂലായി അണിയേണമെന്നെ എന്നും അറിവിന്റെ നിറകുടമായൊരു മൂഷിക വാഹനനെ. തിരുമാറിൽ പൂണൂലായി അണിയേണമെന്നെ എന്നും അറിവിന്റെ നിറകുടമായൊരു മൂഷിക വാഹനനെ. അറിവോലും ഗജമുഖരൂപം കണി കണ്ടു മലയേറുമ്പോൾ അനുഭവ ഗുണനിധി അവിടും.
മുരുക സോദര അഭയമേകീടണം മലയിലേറുന്ന സ്വാമിമാർക്കല്ല മോക്ഷമേകീടണം ഗജമുഖേശ്വര മുരുക സോദര അഭയമേകീടണം മലയിലേറുന്ന സ്വാമിമാർക്കല്ല മോക്ഷമേകീടണം പമ്പാ തീരത്തമരും ലംബോദരനെ എന്റെ വിറ്റങ്ങൾ തീർത്തു വരം തരണേ അൻപാർന്ന നിന്നടയിൽ ഉടയുന്ന നാളികേരം എൻ കർമ്മ പാപം നീക്കിത്തരണേ ഒരു ജന്മം കറുക പൂവായി ചൂടേണം നെറുക പൂവിൽ ഉലകത്തെ ഉദരം തന്നിലൊതുക്കിയ സിദ്ധിപതേ ഒരു ജന്മം കറുക പൂവായി ചൂടേണം നെറുക പൂവിൽ ഉലകത്തെ ഉദരം തന്നിലൊതുക്കിയ സിദ്ധിപതേ വിധിമാറ്റി എഴുതിയ ദേവാ അഴലാറ്റി തരണേ എന്നും മലമകൾ മകനൊരു മോദകമേകുമ്പോൾ പൊൻപടിയേറ്റി വിടൂ ഗജമുഖേശ്വര മുരുക സോദര അഭയമേകീടണം മലയിലേറുന്ന സ്വാമിമാർക്കല്ല മോക്ഷമേകീടണം ഗജമുഖേശ്വര മുരുക സോദര അഭയമേകീടണം മലയിലേറുന്ന സ്വാമിമാർക്കല്ല മോക്ഷമേകീടണം പമ്പാ തീരത്തമരും ലംബോദരനെ എന്റെ വിറ്റങ്ങൾ തീർത്തു വരം തരണേ അൻപാർന്ന നിന്നടയിൽ ഉടയുന്ന നാളികേരം എൻ കർമ്മ പാപം നീക്കിത്തരണേ പൊക്കാര പൊരുളകും ഗുരുവേ മലയേറാനടിയനിൽ കനിയൂ പഴം കരിമ്പ് അവിൽ ഗുണം കറുക
ഉമ്മവയ്ക്കും സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ്? കൺമുനയാൽ ആജ്ഞ നൽകും ചിന്മയ രൂപം കണ്ടു വൻപുലിക്കും പാൽ ചുരന്നതെന്തിനാണ്? മോഹിനിയിൽ പിറന്നതും മോഹമെല്ലാം വെടിഞ്ഞതും ദേവഹിതം നടന്നതും നിന്റെ ലീലകൾ. മോഹിനിയിൽ പിറന്നതും മോഹമെല്ലാം വെടിഞ്ഞതും ദേവഹിതം നടന്നതും നിന്റെ ലീലകൾ. ദേവഗണം നിരന്നതും ഭൂതഗണം തൊഴുന്നതും വേദമുഖം തെളിഞ്ഞതും നിന്റെ മായകൾ. ദേവഗണം നിരന്നതും ഭൂതഗണം തൊഴുന്നതും വേദമുഖം തെളിഞ്ഞതും നിന്റെ മായകൾ. തങ്കനിലാവുമ്മവയ്ക്കും സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ്? മഹിഷിവധം ചെയ്വതിനായി നിന്നവതാരം ഈ മണ്ണിൽ വന്ന ദൈവമേ നീ കാത്തരുളേണം. മണികിലുങ്ങും വില്ലെടുത്ത് നീ കുലക്കേണം. ഈ മനസ്സിലുള്ള ദുഷ്ടതകൾ എയ്തൊടുക്കേണം. മല കാക്കേണം, സൂര്യവല തീർക്കേണം. നീന്തു മലയാഴി തിരകളാലതിരുകാക്കണം. കുഞ്ഞുനാൾ മുതൽക്കെനിക്ക് മഞ്ഞ് പോലെ മലരു പോലെ കന്നിമാരി കുളിരു പോലെ നിന്റെ കടാക്ഷം. തങ്കനിലാവുമ്മവയ്ക്കും സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ്? ഹരിവരാസനത്തിൽ നിന്റെ പൊൻപുലരി വന്നു നട തുറന്നാൽ നെയ്യഭിഷേകം. ഇനി
ഇനിയും ഇനിയും എൻ്റെ പാട്ടിൽ കണ്ണൊഴിയേണം സ്വാമി ഇടയനായി കാട്ടിലെന്നെ നീ നയിക്കേണം കരകേറ്റേണം കർമ്മവരമേകേണം ജന്മദുരിതങ്ങൾക്കൊഴിവു നീ നൽകിയിടേണം കുഞ്ഞുനാൾ മുതൽക്കെനിക്ക് കണ്ണറിഞ്ഞ സൂര്യനായി വിണ്ണലിഞ്ഞ ചന്ദ്രനായി നിന്റെ സ്വരൂപം തങ്കനിലാവുമ്മ വയ്ക്കും സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ് കൺമുനയാൽ ആജ്ഞ നൽകും ചിന്മയ രൂപം കണ്ടു വൻപുലിക്കും പാൽ ചുരന്നതെന്തിനാണ് എല്ലാവർക്കും വലിയ നമസ്കാരം. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു പുണ്യകർമ്മത്തിൽ അത് പവിത്രമായ ഈ സന്ധ്യാസമയത്ത് അഴീക്കോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരടുത്ത് കടലിന്റെ അടുത്തുള്ള പ്രദേശം ഇന്ന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അതിനോട് ചേർന്ന് ഈ അഴീക്കോടിൽ മറ്റൊരു സാഗരം അയ്യപ്പ സാഗരം ആയിട്ട് തീർന്നിരിക്കുകയാണ്. ഈ അയ്യപ്പ സാഗരത്തിന്റെ നടുക്ക് വന്നിരിക്കുവാൻ സാധിച്ചത് തന്നെ ഈ ജന്മത്തിലെ ഒരു സുഖമായിട്ട് കരുതുകയാണ്. തീർച്ചയായിട്ടും ഓരോരോ യുഗത്തില് ഓരോരോ ധർമ്മം പറയുന്നു. അങ്ങനെ കലിയുഗത്തില് നാമസങ്കീർത്തനം കൊണ്ട് സർവസാക്ഷാത്കാരം, പ്രത്യേകിച്ച് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിന് ഏറ്റവും എളുപ്പമായ മാർഗവും എളുപ്പമായ കാലഘട്ടവുമാണ് കലിയുഗം. അങ്ങനെയുള്ള ഈ കലിയുഗത്തില് അതും വിശേഷിച്ച് ഈ ഭാരതഭൂമിയില് നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടി എന്നുള്ളതിന്റെ ഈശ്വര കാരുണ്യമാണ്. തീർച്ചയായിട്ടും ഇത് ഒരു വെറും വാക്കായിട്ട് പറയുന്നതല്ല. മഹർഷീശ്വരന്മാർ വരെ നമ്മൾ രാവിലെ അമ്പലങ്ങളുടെ അടുത്ത് വസിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും ജ്ഞാനപാരയിലും ഹരിനാമ കീർത്തനത്തിലുമെല്ലാം പറയുന്നത് പോലെ ഇതിൽ വന്നൊരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കുവാൻ സാധിച്ചെങ്കിൽ എന്ന് തപസ്സുകൾ അനേക വർഷക്കാലം തപസ് ചെയ്യുന്ന മഹർഷീശ്വരന്മാർ വരെ ആഗ്രഹിക്കുകയാണ്. ഈ ഭാരതഭൂമിയിൽ ഒരു പുൽക്കൊടിയായിട്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊക്കെ വീട് പണിയുമ്പോൾ ഗൃഹം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പൂജാമുറി പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ വിളക്കുകൊളുത്തുന്ന ഒരു സ്ഥലം, എത്ര ചെറിയ വീടാണെങ്കിലും നമ്മുടെ ഒരു സംസ്കാരം സങ്കല്പം അനുസരിച്ച് ഒരു വിളക്കുകൊളുത്തുവാൻ ഒരു സ്ഥലം അല്ലെങ്കിൽ പൂജാമുറി. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ വസുദൈവ കുടുംബകം അല്ലെങ്കിൽ ലോകമയ തറവാട് എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു വലിയ തറവാട്, ഒരു വീടായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ പൂജാമുറിയുടെ സ്ഥാനമാണ് വാസ്തവത്തിൽ ഈ ഭാരതത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പൂജാമുറി നമുക്കറിയാം, കർമ്മം അനുഷ്ഠിക്കുന്നതിന്, പൂജ ചെയ്യുന്നതിന്, പ്രാർത്ഥനകൾ ചെയ്യുന്നതിന്, സ്തുതികള്, ഭഗവാനെ ആരാധിക്കുന്നതിന്, പലതരത്തിലുള്ള ആരാധന നടത്തുന്നതിനുള്ള സ്ഥലം. വീട്ടിലാണെങ്കിൽ പൂജാമുറി എന്ന് പറയുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ പൂജാമുറിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ പൂജാമുറിയിലാണ് നമ്മുടെ ജന്മം. അപ്പൊ തന്നെ തീർച്ചയായി ഇത് എന്തിനുള്ളതാണ് എന്നുള്ളത്. അതുപോലെ മനുഷ്യജന്മം, അനേക ജന്മങ്ങൾ കഴിഞ്ഞ് മനുഷ്യജന്മം ലഭിക്കുക എന്നത് തന്നെ പുണ്യമാണ്. ആ മനുഷ്യജന്മത്തില്, അത് കലിയുഗത്തില് ഭാരതഭൂമിയില് നമുക്ക് ജനിക്കുവാൻ സാധിക്കൂ. പോരാ, കേരളത്തില് അനവധി നദികള്, ഭാരതത്തിൽ തന്നെ വിശേഷിച്ച് കേരളത്തിലും അതുപോലെ അനേകം മഹത്തുക്കളായ ആചാര്യന്മാർക്ക് ജന്മം നൽകിയ ഈ പുണ്യഭൂമിയിൽ നമുക്കും ജന്മം കിട്ടി എന്നത് തന്നെ പൂർവജന്മ സുഹൃതം, ഭഗവാന്റെ പൂർണ്ണാനുഗ്രഹം. അപ്പൊ ഇങ്ങനെ പൂജാമുറിയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതില് പറഞ്ഞില്ലേ, ഭാരതത്തിലാണ് യാഗാദികൾ ചെയ്യുന്നതിനുള്ള സോമലത, ദർഭപുല്ല് തുടങ്ങിയ എല്ലാ ഹിമാലയ താഴ്വരയില് അല്ലെങ്കിൽ ഈ ഭാരതഭൂമിയിൽ നിന്നാണ് പോരാ ഇതുപോലുള്ള ആചാര്യന്മാര് അനവധി ഉണ്ടായിരിക്കുന്നത്. പുണ്യ നദികള് ഭഗവാന്റെ പാദാദികേശം സ്പർശം ചെയ്ത ഒരിടം, അതാണ് ഭാരതം. തീർച്ചയായിട്ടും അതില് ഒരു ജന്മം കിട്ടി എന്നത് തന്നെ നമുക്കെല്ലാം ഈശ്വര കാരുണ്യമുണ്ട്, ഈശ്വരന്റെ അനുഗ്രഹം കൂടെയുണ്ട് എന്നതിന്റെ തെളിവാണ്. ഒരാ ഇത് നോക്കൂ, ഈ സന്ധ്യാസമയത്ത് ഇത്രയധികം ആളുകള് ഈ ഒരു വേദിയില് അയ്യപ്പന്റെ നാമത്തില്
ഒത്തുകൂടുക എന്നുള്ളത് ഒരു ശക്തിവിശേഷത്തിന്റെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന അസുലഭമായ മുഹൂർത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതുപോലുള്ള വേദികളിൽ നമ്മൾ ചെന്നെത്തുക, അവിടെയുള്ള നാമജപത്തിലെ സത്സംഗത്തിലെ പങ്കാളിയാവുക എന്നുള്ളത്. അഴീക്കോടിലെ ഇവിടുത്തെ ഇതിന്റെ സംഘാടകര്, ഈ ദേശവിളക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന സംഘാടകര്, അതിലെ അനേക ദിവസത്തെ മാസത്തെ പരിശ്രമമാണ് ഇതുപോലുള്ള ഒരു കൂടാരം. അതില് അയ്യപ്പന്റെ അതുപോലെ മറ്റു ഉപദേവതകളുടെ പ്രതിഷ്ഠ നടത്തി ഇതുപോലെ അയ്യപ്പ വിളക്ക് നടത്തുക എന്നുള്ളത് ഈ സംഘാടകർ മാത്രമല്ല, ഈ നാട്ടിലെ എന്നല്ല മറ്റ് നാടുകളിൽ നിന്നുള്ള ആളുകളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളെല്ലാം ഉണ്ടാണ്. ഇതുപോലെ നമുക്ക് അത്ര മനോഹരമായിട്ട് ഈ പൂജാതികർമ്മങ്ങള് പൊതുവായിട്ട് അതിന് വിശേഷമുണ്ട്. ഈ കലിയുഗത്തിൽ ഒരാൾ തന്നെ ഇരുന്ന് കുടുംബത്തിരുന്ന് നാമം ജപിച്ചാൽ നമുക്ക് ഫലമുണ്ട്, ഇല്ലാന്നല്ല. അത് പറഞ്ഞിരിക്കുന്നത് തന്നെ നാമസങ്കീർത്തനം കൊണ്ട്. സങ്കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരേ സമയത്ത് ഇരുന്ന് നാമം ജപിച്ച് ഭഗവാനില് അല്ലെങ്കിൽ ഭഗവാന്റെ കഥകള് പറയുക, കേൾക്കുക തുടങ്ങിയതിന് വളരെ പുണ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയധികം ആളുകള് ഒന്നിച്ച് ഒരു വേദിയില്, അതും ഈശ്വരന്റെ പൂർണ്ണ കലകളോടെയുള്ള പ്രതിഷ്ഠ പറയുമ്പോൾ ക്ഷേത്രങ്ങളില് മാത്രമല്ല ഈശ്വര ചൈതന്യം ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിൽ, അതാണ് നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് നദിയും സൂര്യനും ചന്ദ്രനും എന്ന് വേണ്ട വൃക്ഷലതാദികളും പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും ഈശ്വര സങ്കല്പമാണ്. അത് തന്നെയാണ് ശബരിമലയിലെ തത്വവും. നമ്മള് മണ്ഡലക്കാലം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ 41 ദിവസത്തെ ഒരു മണ്ഡലക്കാലത്തെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് കെട്ട് നിറച്ച് നമ്മൾ നെയ്ത്തേങ്ങ തുടങ്ങിയ കെട്ടില് നിറച്ച് നമ്മൾ ദർശനത്തിനായിട്ട് ശബരിമലയിൽ എത്തുന്നു. താഴത്ത് 18-ാം പടിയുടെ താഴെ എത്തി അവിടെ നാളികേരം കൊടുത്ത് ഓരോ പടികളും തൊട്ട് മടങ്ങി മുകളിലെത്തി ആദ്യം നാം തൊഴുത് അയ്യപ്പനെ തൊഴുത് കാണുന്ന വാക്യം തന്നെ തത്വമസി എന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാകുന്നു എന്ന് ഭഗവാൻ നമ്മൾ ഓരോരുത്തരെയും ഒന്നുകൂടി ബോധിപ്പിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. കാരണം ഓരോരോ ഹൃദയങ്ങളിലും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു. അത് പല തരത്തിലാണെന്ന് മാത്രം. ഇപ്പൊ പറഞ്ഞില്ലേ, പല പല നദികള് കുറ്റിയൊലിച്ച് ഒഴുകി എല്ലാം ശുദ്ധമാക്കി അവസാനം കടലിൽ ചെന്ന് ചേരുന്നത് പോലെ ഇവിടെ സമുദ്രത്തിലെത്തി കഴിഞ്ഞാൽ ഇത് പമ്പയാറാണ്, ഇത് പെരിയാറാണ്, അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും നദിയാണ് എന്ന് പേരെടുത്ത് പറയുന്നില്ല, സമുദ്രത്തിലെ ജലം എന്നാണ് നമ്മൾ പറയുന്നത്. അതേസമയം നാട്ടിലൂടെ അത് ഒഴുകുമ്പോൾ ഓരോരോ നദിക്കും ഓരോരോ പേരുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ഓരോരോ ദേവതകളെ, ചിലർക്ക് ഗുരുവായൂരപ്പനാവാം, ഭഗവതിയാവാം, അയ്യപ്പനാവാം, എങ്കിലും എല്ലാത്തിനും കുടികൊള്ളുന്ന ചൈതന്യം, എല്ലാവരിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. ഇതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനാണ് ശബരിമലയില് കലിയുഗത്തിന്റെ സങ്കല്പ ദൈവമായി പൂർണ്ണകണങ്ങളോടെ ശ്രീധർമ്മശാസ്താവ് അയ്യപ്പസ്വാമിയായിട്ട് നമുക്ക് ഏവർക്കും പൂർണ്ണാനുഗ്രഹം നൽകുന്നതിന് ഇത്രയധികം കാരുണ്യവൃക്ഷം ചൊരിയുന്ന ഒരു ഭഗവാൻ നമുക്ക് വേറെ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി തന്നെ വരും. അത്രയ്ക്ക് കാരുണ്യം. അവിടെ ഈ പറഞ്ഞതുപോലെ ഓരോ വർഷവും അനേക സഹസ്രം എന്ന് പറഞ്ഞാൽ പല ലക്ഷക്കണക്കിന് ആളുകൾ ഭക്തജനങ്ങള് കൂടിക്കൂടി വരികയാണ്. കാരണം ആശ്രയം ഇത് തന്നെ എന്ന് ബോധ്യമായിട്ട് അവര് ഒരു സെക്കൻഡെങ്കിലും ആ ഭഗവാന്റെ ദർശനം വഴി മറ്റൊന്നും വേണ്ട എന്ന സങ്കല്പത്തില് ഊണും ഉറക്കവും ഇല്ലാണ്ട് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് തന്നെയല്ല, വെളിയിൽ നിന്നും പോരാ അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നും കൂടി നിരവധി ആളുകള് ഓരോ വർഷവും വന്ന് ദർശനം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ശക്തിവിശേഷത്തിന് എത്ര കണ്ട് മഹത്വമുണ്ട് എന്നതിന്റെ തെളിവുകളാണ് നാം പ്രത്യക്ഷത്തിൽ കാണുന്നത്. ഇത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് നമ്മൾ നേരിട്ട് കാണുകയാണ് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ. അപ്പൊ അതുപോലെ ഇങ്ങനെയുള്ള അയ്യപ്പ വിളക്ക്, ദേശവിളക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള പൂജാ പരിപാടികളില്, സത്സംഗങ്ങളില് നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നു എന്നത് തന്നെ അനേക ജന്മത്തെ പുണ്യമാണ്. ആ പുണ്യം കൊണ്ടാണ് ഇതുപോലുള്ള ഒരു ഭക്തവേദിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത്. നാം ഈ സമയത്ത് ഉൾക്കൊള്ളേണ്ടത് മറ്റൊന്നുമല്ല,
ആഹാര നിദ്ര മൈഥുനാദി വിഷയങ്ങൾ എല്ലാ ജീവികൾക്കും ഒരുപോലെയാണ്. പക്ഷേ അതിന് വ്യത്യാസമായിട്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഭാരതത്തില് വിശേഷിച്ച് നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടി എന്ന് പറഞ്ഞാൽ ഇതിന് ഉദ്ദേശം മറ്റൊന്നുമല്ല, ഈശ്വര സാക്ഷാത്കാരമാണ്. അപ്പൊ അതിന് ആയിട്ട് ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യ ശരീരം മറ്റ് സുഖഭോഗങ്ങള് അല്ലെങ്കിൽ സമ്പത്തുകള് ഇതൊന്നും അനുഭവിക്കേണ്ട, സുഖസൗകര്യങ്ങളൊന്നും അനുഭവിക്കേണ്ടതല്ല. അതെല്ലാം അനുഭവിക്കുന്നതോടൊപ്പം ഇതൊന്നുമല്ല ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം മനുഷ്യജന്മത്തിന്റെ ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതുപോലുള്ള സത്സംഗങ്ങളില് ഭജനകളില് സപ്താഹവേദികള് അതുപോലെ ഭഗവത് സംബന്ധമായ ഈശ്വര സംബന്ധമായ വിഷയങ്ങൾ നടക്കുന്ന ദിക്കില് എങ്ങനെയും എത്തിച്ചേരുവാൻ തീർച്ചയായിട്ടും നമ്മൾ സമയം കണ്ടെത്തണം. അത് നമ്മുടെ മനുഷ്യ ജന്മത്തിന് നൽകുന്ന ഒരു വലിയ പുണ്യം തന്നെയായിരിക്കും എന്ന് സംശയമില്ല. കാരണം അനവധി അനുഭവങ്ങളാണ്, അനവധി ആളുകളുടെ അനുഭവങ്ങളാണ്. അപ്പൊ അത് ഇവിടെ ഈ പറഞ്ഞതുപോലെ വളരെ വർഷക്കാലമായിട്ട് നടന്നു വരുന്നു. അത് ഇത്ര മനോഹരമായിട്ട് ശ്രദ്ധാഭക്തിയോടെ ഇത്ര ആളുകൾ സംഘടിച്ച് നടക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അയ്യപ്പന്റെയും അതുപോലെ മറ്റ് ദേവതകളുടെയെല്ലാം ആനുകൂല്യവും അതുപോലെ ഭക്തജനങ്ങളായ ആ ഓരോരുത്തരുടെയും തീരുമാനങ്ങൾ അകമഴിഞ്ഞ സഹകരണങ്ങളും സഹായവുമാണ്. അത് യാതൊരു സംശയമില്ല. ഇത് നമ്മുടെ ഒരു കർമ്മമാണ്. ഒരാൾ പറഞ്ഞിട്ട് വേണം, ഇവിടെ തന്നെ വേണം, അല്ലെങ്കിൽ അതിനുള്ള സംശയങ്ങൾ വേണ്ട. ഇതുപോലുള്ള താല്പര്യങ്ങൾ അടുത്ത കൊല്ലമല്ല, അടുത്ത മാസം തന്നെ നമുക്ക് നടത്താൻ സാധിച്ചാൽ പല പല മനുഷ്യർക്കും അത് പ്രയോജനമായിട്ട് വരും. കാരണം ഇന്ന് നാം ഇപ്പൊ ടി വി പേപ്പർ ഏത് മാധ്യമങ്ങൾ നോക്കിയാലും അവരെ ഇത് പേപ്പർ തുറക്കും അല്ലെങ്കിൽ ടി വി തുറന്നു കഴിഞ്ഞാൽ തീവ്രവാദ വിഭാഗത്ത് അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞതുപോലെ മനുഷ്യജന്മം കിട്ടിയിട്ടും മറ്റ് മാർഗങ്ങളിലേക്ക് തിരിഞ്ഞ് അക്രമ സ്വഭാവത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് വിഷയാനുരക്തരായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരു തടയണ, മറ്റു സുഖങ്ങളൊന്നും അനുഭവിക്കേണ്ട എന്നല്ല പറഞ്ഞിരുന്നത്. അതോടൊപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഇതുപോലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. അതിന് അവസരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നാം ഓരോരുത്തരും ഇതുപോലെ ശരിയായിട്ട് വർഷത്തിലൊരിക്കലെങ്കിൽ ഇതുപോലുള്ള സത്സംഗങ്ങൾ എല്ലാം അറിയുകയും പുതിയ ന്യൂ ജനറേഷനിലെ ആളുകൾക്കും അയ്യപ്പന്റെ മഹിമ, ഭക്തിയുടെ മഹിമ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ഇതുപോലെ ഈശ്വരോന്മുഖമായ വഴിയിലേക്ക് വരികയുള്ളൂ. അതിന് തീർച്ചയായിട്ടും ജീവിതത്തിന്റെ കൺകണ്ട ദൈവമായ അയ്യപ്പസ്വാമി ശബരിമലയില് പൂർണ്ണകലത്തോടെ ശ്രീധർമ്മശാസ്ത്രമായിട്ട് കുടികൊള്ളുന്ന അയ്യപ്പസ്വാമി, അർദ്ധൈശ്വര്യവരദായിനിയായി മാളികപ്പുറത്ത് കുടികൊള്ളുന്ന അമ്മയും അതുപോലെ പ്രപഞ്ചേശ്വരിയായിട്ട് പ്രകൃതീശ്വരിയായിട്ട് വളരെ പ്രസിദ്ധമായ തൃശ്ശൂരിലെ പാറമേക്കാവിൽ കുടികൊള്ളുന്ന അമ്മയും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഇനിയും മേൽക്കുമേൽ ശ്രേയസായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് ഇതുപോലുള്ള സത്സംഗങ്ങള്, ദേശവിളക്കുകൾ നടത്തുവാൻ, അതോടൊപ്പം ഈശ്വര ആരാധന ചെയ്യുവാൻ ഇതുപോലെ എല്ലാ ആചാര്യന്മാരുടെയും ഗുരുശ്രേഷ്ഠന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈദ്യവേളയിൽ നിർത്തുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ.